ഗേളി മീഡിയയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ കൃഷ്ണഗാഥ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് കല്യാണ വിശേഷം തന്നെയാണ്. അങ്ങനെ കതിർമണ്ഡപത്തിലേക്ക് നമ്മുടെ കൃഷ്ണയെ ഇരുത്തുന്നു. അങ്ങനെ കൃഷ്ണയ്ക്കാണെങ്കിൽ ഭയങ്കര വിഷമത്തോടു കൂടി തന്നെയാണ് കൃഷ്ണ ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഗാഥയാണെങ്കിൽ ഇതിൽ അവിടെ ലൈവായിട്ടെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് സിദ്ധാരയെ ഫോൺ വിളിക്കുന്നു, വീഡിയോ കോളാണ് വിളിക്കുന്നത്. ഇതേ സമയത്ത് നമ്മുടെ തങ്കവും അവിടത്തേക്ക് എത്തുകയാണ്. പുറകെ ഗോപാലനും നമ്മുടെ സുനന്ദയുണ്ട്. അങ്ങനെ ഹാളിൻ്റെ അടുത്ത് നടുക്ക് പോയിട്ട് അവരിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പോകുന്ന സമയത്തൊന്നും കൃഷ്ണ അവരെ കാണുന്നില്ല. പക്ഷെ സംഘം വളരെ വേദനിച്ച് സങ്കടത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ താലികെട്ടൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കൃഷ്ണയും ചുറ്റുപാട് നോക്കുന്നു. ആ സമയത്താണ് അമ്മയെ കാണുന്നത്. അപ്പം കണ്ണിൽ നിന്ന് കണ്ണീര് പൊട്ടി ഒഴുകും. പക്ഷെ എല്ലാവരും ഇങ്ങനെ ഇരിക്കുമ്പോൾ ആരും അതൊന്നും ശ്രദ്ധിക്കത്തില്ല. ആ സമയത്ത് നമ്മുടെ തങ്കമാണെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ അനുഗ്രഹിക്കും. ആ സമയത്ത് താലി കെട്ടുന്ന സമയത്ത് നിർമ്മല പറയും, ദേ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. ഉടനെ തന്നെ മറ്റേ ആ പൂജാരിയെ വിളിക്കുക. അയാൾ പറയും വെയിറ്റ് ചെയ്യണം, സമയം വേണമെന്ന് പറയും. ഇതേ സമയത്താണെങ്കിൽ നാഗം വീണ്ടും ഉഗ്രകോപത്താൽ പുറത്തിലേക്ക് അപ്പം നന്മ ചെയ്യുന്ന മറ്റേ പൂജാരിയാണെങ്കിൽ പറയും ഇതിനെതിരെ എന്തോ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് പൂജകൾ മുടക്കം വരരുത് തുടങ്ങണമെന്ന്. അങ്ങനെ നിൽക്കുമ്പോൾ ഈ മാല ഇടുന്നതിൻ്റെ അവിടുത്തെ നാഗത്തെ ഇങ്ങനെ കാണും. പിന്നീട് ആ നാഗം മാഞ്ഞു പോവും. അതേ സമയത്ത് നമ്മുടെ സിദ്ധാരയാണെങ്കിൽ ഗാഥ വീഡിയോ കോൾ വിളിച്ച് അങ്ങനെ പുറത്തേക്ക് പോവുകയാണ്. ഈ സമയത്താണ് താലികെട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങനെ താലികെട്ടും കുങ്കുമവും എല്ലാം വെച്ച് എല്ലാം മാലയൊക്കെ ഇട്ടതിന് ശേഷം നമ്മുടെ കൃഷ്ണൻ പറയും ഞാനിപ്പോൾ വരാം. എന്നിട്ട് അമ്മയുടെ അടുത്ത് ചെന്ന് കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അപ്പോൾ തങ്കവും കരയുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തരയുന്നു. അപ്പം നമ്മുടെ നവീനാണെങ്കിൽ ഇടയ്ക്കൊന്നും ശ്രദ്ധിക്കുന്നൊക്കെയുണ്ട്. എന്താണ് ഇവിടെ നവീനാണെങ്കിൽ ഇതൊന്നും മനസ്സിലാവുന്നുമില്ല. അങ്ങനെ അതിനൊക്കെ ശേഷം ഈ നമ്മുടെ സിദ്ധാരയാണെങ്കിൽ പറയുന്നുണ്ട് ഗാഥയോട്, ഗാഥ ഫോൺ വയ്ക്കുക, അവിടെ കല്യാണ ഒരുക്കങ്ങൾ നടക്കണം, എനിക്ക് അങ്ങോട്ട് ചെല്ലണം. അപ്പം പറയും ഇല്ല അമ്മ ഫോൺ കട്ട് ചെയ്താൽ ഞാൻ അങ്ങോട്ടേക്ക് വരുമെന്ന് പറയും. ഇതേ സമയത്ത് കീർത്തിയാണെങ്കിൽ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങി റൂമിലേക്ക് ഓടിപ്പോവും. ഇതേ സമയത്ത് പുറകെ നിർമ്മലയും ഉദയനും പോകും. അങ്ങനെ പോകുന്ന വഴിക്ക് ഉദയൻ പറയുന്നുണ്ട് നിർമ്മലയോട്, നീ നോക്കുന്നത് സിതാര ആരാണ് ഈ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സിതാര പറയും ഇപ്പം അതാണോ വലുത്, നമ്മുടെ മോളുടെ കാര്യമല്ലേ വലുതെന്ന് പറഞ്ഞ് അകത്തേക്ക് പോകുന്നുണ്ട്. പക്ഷെ നിർമ്മല പിന്നീട് ഇറങ്ങി വരുന്ന സമയത്ത് നമ്മുടെ സിതാര ഇങ്ങനെ ഫോൺ വിളിക്കുന്നത് കാണുന്ന സമയത്ത് വെറുതെ പോയി ഇങ്ങനെ എത്തി നോക്കുന്ന സമയത്ത് നമ്മുടെ ഗാഥയുടെ മുഖം കാണും. അപ്പം സിതാര ഞെട്ടലോട് കൂടി ഇങ്ങനെ നിൽക്കുകയാണ്, എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ. അപ്പം നമ്മുടെ നിർമ്മലയ്ക്ക് മനസ്സിലാവും ഇതിൽ മുഴുവൻ കള്ളക്കളിയാണെന്നുള്ള കാര്യം. അപ്പം തന്നെ മനസ്സിലാകുകയാണ് സിതാര ഒരു വഴി മുന്നേ എറിഞ്ഞെന്നുള്ളത് നമ്മുടെ നിർമ്മലയ്ക്ക് മനസ്സിലാവും. പിന്നീട് ഇനി നിർമ്മല എന്തൊക്കെ അടവുകൾ എടുക്കുമെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. അങ്ങനെ പെട്ടെന്ന് ഇവരെ കാണുന്നതോടുകൂടി നമ്മുടെ സിതാര ഫോൺ കട്ട് ചെയ്യുന്നു. അങ്ങനെ പിന്നീട് കതിർമണ്ഡപത്തിലേക്ക് ചെല്ലുന്നു. എനിക്ക് തോന്നുന്നു തങ്കത്തെയൊക്കെ വീണ്ടും കാണുന്നുണ്ടെന്ന് തോന്നുന്നു അവിടെ ഇങ്ങനെ നിൽക്കുന്ന കാര്യങ്ങളിലൊക്കെ. പിന്നീട് കല്യാണമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ സിദ്ധാരയാണെങ്കിൽ കൃഷ്ണയെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു സീനുണ്ട്. ആ സീൻ കഴിയുമ്പോഴത്തേന് പെട്ടെന്ന് കൃഷ്ണയ്ക്ക് അത്ഭുതമാകും. കാരണം സിതാര മാമിൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു ഇതുണ്ടാവുന്ന ഒരിക്കലും നമ്മുടെ കൃഷ്ണ പ്രതീക്ഷിക്കുന്ന പോലുമില്ല. അങ്ങനെ പൊട്ടിക്കരയുന്നുണ്ട്. കരഞ്ഞതിന് ശേഷം ഈ കൃഷ്ണ മാറി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ സിമിയോട് സിതാര പറയും, എനിക്ക് എന്താണെന്നറിയില്ല, കൃഷ്ണനെ ഞാൻ കെട്ടിപ്പിടിച്ചപ്പോൾ എൻ്റെ മോളെ കെട്ടിപ്പിടിക്കുന്ന പോലെ തോന്നി, അത് എന്തുകൊണ്ടാണെന്ന് ഇങ്ങനെ സിമിയോട് ചോദിക്കുകയാണ്. അതെനിക്ക് മനസ്സിലാകുന്നില്ല എന്താണെന്നുള്ളത്. ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.